ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി 4 മണി പലഹാരം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി 4 മണി പലഹാരമാണ്. കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഭയങ്കര ടേസ്റ്റായ 4 മണി പലഹാരം എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തേക്ക് നല്ല മെയ്സായിട്ട് അരിഞ്ഞ് 2 സവോള ഞാൻ ചേർത്തെടുത്തുകയാണ്. ഇനി ആ സവോള കൈ വെച്ചിട്ട് നല്ലോണം ഞരടി, ആ സവോളയിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിൽ നമുക്ക് കൈ വെച്ച് നല്ലോണം ഞരടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. ഇനി കൈവച്ച് നല്ലോണം ഞരടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും അതേപോലെ ചെറുതായിട്ട് കഴിഞ്ഞാൽ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് വെച്ചത് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതാണ്, അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടാണ് വേവിച്ച ചിക്കൻ, ഇതിപ്പോൾ എല്ലില്ലാത്തത് പിച്ചിന് ശേഷം അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ കുറേ ഇട്ട് കൊടുത്താൽ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടി വരും നമ്മുടെ പലഹാരത്തിന് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് പൊടിയാണ്. ഇനി അവിടെ 4 കയ്യിൽ മൈദയാണ് ഇട്ടുകൊടുക്കുന്നത്. ഇതിനൊരു 4 കയ്യിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 കയ്യിൽ മൈദക്ക് ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 കയ്യിൽ അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ എണ്ണ പെട്ടെന്ന് ഈ കൊക്കവട കുടിക്കും, ഇങ്ങനെ കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരൊറ്റ കയ്യിൽ അരിപ്പൊടി മതി, 4 കയ്യിൽ മൈദക്ക് കിട്ടും. ഇനി അതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കന് പകരം ബീഫ് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റിനേക്കാരം. അപ്പോൾ ബീഫും അതിനനുസരിച്ചുള്ള ബീഫിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ 1 സ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ആദ്യം ഈ പൊടി നല്ലോണം കൈ വെച്ച് ഞരടിയിട്ട് എല്ലായിടത്തും ചേർക്കണം. ഇതേപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം കുഴച്ച് നമ്മൾ കൊക്കവടക്കൊക്കെ ഇതേപോലെ തന്നെ ആക്കൂലേ, അതുപോലെ തന്നെ രൂപത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴക്കിക്കാരം നല്ലത്, പെട്ടെന്ന് വെള്ളം ഏറും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കുഴച്ചെടുത്തിക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ ആക്കി എടുത്തിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞ് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ നമുക്ക് നുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് മാവ് മതി നമുക്കൊരു പാത്രം പലഹാരം ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും. ചെറുതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കുറിക്കാനും അതേപോലെ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ പക്കോട തന്നെയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ടൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. നല്ലൊരു കൊതിപ്പിക്കുന്ന സ്മെല്ല് തന്നെയാണ് ഇത് മൂത്ത് വരുമ്പോൾ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറായിരിക്കും. നമുക്കിതൊന്ന് പൊരിച്ച് കോരട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ പാത്രത്തേക്ക് പൊരിച്ച് കോരുകയാണ്. അപ്പോൾ നല്ല എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, കാരണം നമ്മൾ അരിപ്പൊടിയൊന്നും അധികം ചേർക്കാത്തതുകൊണ്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഉള്ളിട്ട് കാണുന്ന വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് പാവടനെ ഒരുപാട് പലഹാരം റെഡി ആക്കണേ. അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ സിമ്പിളായിട്ട് റെസിപ്പി ആയിട്ട് ഇനിയും വരാം കേട്ടോ.